അരിക്കച്ചവടക്കാരൻ. നെറും കൈതോട്ടു രാവുണ്ണി നായർക്ക് പറയാനുള്ളത് തനിക്ക് അനുഭവപ്പെട്ട ഒരു അനുഭവകഥയാണ്. രാവുണ്ണി നായർ ഗുരുവായൂരപ്പനെ എല്ലാ മാസവും വന്ന് തൊഴുതു പോകുന്ന ആളായിരുന്നു. അങ്ങനെ 10-12 കൊല്ലം മുടങ്ങാതെ ഭജിച്ചതിൻ്റെ പുണ്യം സമ്പാദിച്ച മനുഷ്യൻ. രാവുണ്ണി നായർ പ്രാരാബ്ധക്കാരനായിരുന്നു. മക്കളും മരുമക്കളുമൊക്കെയായി 10-20 അംഗങ്ങളുള്ള കുടുംബത്തെ നോക്കി സംരക്ഷിക്കേണ്ട ചുമതല വിധിവശാൽ രാവുണ്ണി നായരുടെ ചുമലിൽ വന്നു വീണു. ഉടപ്പിറന്നവളോടും അവളുടെ കുട്ടികളോടും തൻ്റെ ഭാര്യയോടും സ്വന്തം കുട്ടികളോടും ജീവിച്ചിരിക്കുന്ന അമ്മമ്മയോടും തനിക്കുള്ള കടമയും കടപ്പാടും മമതയും കർത്തവ്യവുമൊക്കെ കൂട്ടിച്ചേർന്നുണ്ടായിരുന്ന വിവേക വായ്പോടെയാണ് കഷ്ടപ്പെട്ടാണെങ്കിലും കുടുംബം പുലർത്തിയിരുന്നത്. രാവുണ്ണി നായർക്ക് ഹജൂർ ഓഫീസിൽ ഒരു ശിപായിയുടെ ജോലിയുണ്ടായിരുന്നു. പിന്നെ കഷ്ടിച്ച് 1 ഏക്കർ കൃഷിനിലവും 50 തെങ്ങിൻ്റെ സ്ഥലവുമാണ് ആകപ്പാടുണ്ടായിരുന്ന കുടുംബമൂലധനം. അന്നന്നത്തെ അന്നം കഴിച്ചു കൂട്ടുവാൻ കഴിഞ്ഞിരുന്നു എന്നല്ലാതെ മിച്ചം പിടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. രാവുണ്ണി നായർക്ക് ഒരു മകളും 2 ആൺമക്കളുമാണ് സന്തതികളായി ഉണ്ടായിരുന്നത്. സഹോദരിമാർക്ക് 5 കുട്ടികൾ. അവരെല്ലാവരും കൂടി ഒരേ വീട്ടിൽ പാർത്ത് കഴിയുന്നതിൻ്റെ മൂത്ത മകൾ ദേവയാനിക്ക് ഒരു വിവാഹാലോചന വന്നു. സാമാന്യം ഭേദപ്പെട്ട ഒരിടത്തു നിന്നും. അയാൾക്ക് ബോംബെയിൽ കൊള്ളാവുന്ന ഒരു ജോലിയുണ്ട്. രാവുണ്ണി നായരുടെ മകൾ ദേവയാനിയെ കണ്ടാൽ ആരും പൊക്കിക്കൊണ്ടുപോകും. അത്രമാത്രം അഴകും ഐശ്വര്യമൊത്ത മുഖമാണ് അവൾക്ക് ദൈവം നൽകിയിരുന്നത്. രാവുണ്ണി നായർ തൻ്റെ മകളുടെ കല്യാണം ഗംഭീരമായി തന്നെ കഴിച്ചു. തൻ്റെ കഴിവിലും കഴിവിലും നിലയിലാണ് മകളുടെ വിവാഹം നടത്തിയതും ബന്ധുക്കളെ സ്വീകരിച്ചത്. കല്യാണം കഴിഞ്ഞതോടെ രാവുണ്ണി നായർ സാമ്പത്തികമായി തെല്ല് പരാധീനതയിലായി. അക്കൊല്ലത്തെ കൃഷി മുഴുവനും പിഴച്ചുപോയതുകൊണ്ട് അരി പുറമേ നിന്നും കച്ചവടക്കാരിൽ നിന്നും വാങ്ങേണ്ടി വന്നു. വീടിന് തൊട്ടടുത്തായിട്ടുള്ള അരിക്കച്ചവടക്കാരൻ സുബ്ബരായണ്ണൻ കടയിലെ സ്ഥിരം പറ്റുകാരായി. അരി മാത്രമല്ല, ഉപ്പും മുളകും കടുകും ജീരകവും സോപ്പും ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും പുസ്തകത്തിൽ കുറിപ്പടിയായി വാങ്ങുന്നത് സുബ്ബരായരുടെ കടയിൽ നിന്നാണ്. വലിയൊരു തുകയ്ക്ക് സുബ്ബരായർക്ക് കടക്കാരനായി തീർന്നു. മറ്റുള്ളവരോട് കാശ് കടം ചോദിച്ച് ഇരന്നു വാങ്ങി ജീവിച്ചിരുന്ന ശീലം രാവുണ്ണി നായർക്കില്ല. കഠിനാധ്വാനം ചെയ്താണ് ജീവിച്ചിരുന്നത്. ശിപ്പായിപ്പണി കഴിഞ്ഞു വന്നാൽ വീട്ടിലെ തൊടിയിൽ നിന്ന് സന്ധ്യ കഴിയുന്നതുവരെ കയറുകയില്ല. അതുപോലെ തന്നെ വിളവിറക്കി കഴിഞ്ഞാൽ 2 നേരം കൃഷിസ്ഥലത്ത് പോയി നോക്കും. വിളവ് വർദ്ധിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അതെല്ലാം നോക്കും. എന്നിട്ടും കൃഷി പിഴച്ചുപോയി. തുടർച്ചയായി 2 വിള കൃഷി പ്രകൃതിക്ഷോഭത്താൽ ഒരു മണിയും കിട്ടാതെ നശിച്ചുപോയി. അങ്ങനെ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നതിനിടയിലാണ് മകളുടെ കല്യാണം. വയസ്സായ അമ്മയുടെ ചികിത്സ. രാവുണ്ണി നായരുടെ സാമ്പത്തിക തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കാലം. മകളെ കല്യാണം കഴിച്ചു കൊടുത്ത ബന്ധുവീട്ടിൽ നിന്ന് ഒരു ദിവസം രാത്രി അസമയത്ത് മകളും ഭർത്താവിൻ്റെ അമ്മയും ചെക്കൻ്റെ സഹോദരിയും അവരുടെ കുട്ടികളുമായി കാറിൽ വന്നിറങ്ങി. വാസ്തവത്തിൽ രാവുണ്ണി നായർ കരുതിയത് മകളുടെ ഭർത്തപിതാവിനെന്തോ സംഭവിച്ചു പോയി എന്നാണ്. അദ്ദേഹം കുറേ കാലമായി ഒരു സൂക്കേടുകാരനാണ്. വന്നപ്പോഴാണ് അറിയുന്നത് മകളുടെ ഭർത്താവ് പുതിയൊരു കാർ വാങ്ങിയെന്ന്. കാർ വാങ്ങി എല്ലാവരും കൂടി ഗുരുവായൂരിൽ പോയി തൊഴുതു വരുന്ന വരവാണ്. ഏതായാലും പോകുന്ന പോക്കിൽ വീട്ടിൽ കയറി ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് മകളുടെ ഭർത്താവിന് തോന്നി. മാത്രമല്ല, കാർ വാങ്ങിയ കാര്യം ആ രാത്രി തന്നെ അറിയിച്ചാൽ കൊള്ളാമെന്ന വിചാരവും വരൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും ഉണ്ടായി. ദേവയാനി ഒന്നും പറഞ്ഞില്ല. കാരണം ആ സമയത്ത് വീട്ടിൽ ആരെങ്കിലും അതിഥികളായി കയറി ചെല്ലുമ്പോഴുണ്ടാകുന്ന വിഷമം അനുഭവിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അറിയാം. പോകുന്ന വഴിയിൽ തൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് പറയാനുള്ള ശക്തി ദേവയാനിക്കുണ്ടായില്ല. അവളുടെ ആ മൗനം ഭർത്താവ് സമ്മതമായി എടുത്തു. ഒരു കാർ നിറയെ ആളുകൾ വന്നു കയറിയ പാടെ രാവുണ്ണി നായരുടെ ഉള്ള് ആന്തിപ്പോയി. ഗതികേടിൻ്റെ വലുപ്പം എന്ന് മനസ്സിൽ കരുതി. വന്നിരിക്കുന്നത് പുതുതായി കല്യാണം കഴിഞ്ഞ പെണ്ണും ചെക്കനും ചെക്കൻ്റെ പെങ്ങളും കുട്ടികളും അമ്മയും എല്ലാം വളരെ വേണ്ടപ്പെട്ടവരാണ്. എന്നും വിരുന്നു വരുന്നവരല്ല. കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് മാസം ഏതാനും കഴിഞ്ഞുവെങ്കിലും ആരും ഇതുവരെ വിരുന്നു വന്നിട്ടില്ല. ഇപ്പോൾ തൻ്റെ മകളുടെ ഭർത്താവിന് ഒരു ഐശ്വര്യം കൈവന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷം എത്തുന്നതിന് മുമ്പായി കാർ വാങ്ങി. മനസ്സിനകത്ത് പല ചിന്തകളും കടന്നുകൂടി. അതിഥികളെ ഹാർദമായി തന്നെ സ്വീകരിച്ചുവെങ്കിലും വയറ്റിനകത്ത് തീയായിരുന്നു. വീട്ടിൽ നാഴി അരി പോലും മിച്ചമില്ലാത്ത ദിവസമാണ്.
അങ്ങനെ വരാറില്ല. നാഴി അരിയെങ്കിലും ഭാര്യ കരുതി വയ്ക്കും. അന്ന് രാത്രി എല്ലാവരും ഉള്ള അരിയെടുത്ത് വെച്ച് കഞ്ഞിയാണ് ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എത്തിപ്പെട്ട അതിഥികളുടെ ഔചിത്യക്കുറവിനേക്കാൾ രാവുണ്ണി നായരെ അലട്ടിയിരുന്നത് തൻ്റെ അഭിമാനം എങ്ങനെ ഈ രാത്രി സംരക്ഷിക്കാം എന്ന വേവലാതിയായിരുന്നു. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ അഭിമാനം കാത്തുരക്ഷിക്കണമേ. ഇന്നിവിടെ വന്ന അതിഥികൾക്ക് വേണ്ട വിധത്തിൽ ഊണ് കൊടുക്കാൻ വഴിയുണ്ടാക്കി തരണമേ. രാവുണ്ണി നായർ ഗത്യന്തരത്തോടെ ഉള്ളുനൊന്ത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു യുക്തി തോന്നി. സുബ്ബരായരുടെ പീടികയിൽ പോയി അരി വാങ്ങി പോരുക. പീടികയിൽ അദ്ദേഹമില്ലെങ്കിൽ നേരെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയുക. ഉള്ള കാശുമെടുത്ത് കയ്യിൽ റൊക്കം കൊടുക്കുക. ബാക്കി പിന്നെ തരാമെന്ന് പറയുക. രാത്രി വിളക്ക് വെച്ച് കഴിഞ്ഞ സുബ്ബരായർ ആർക്കും ഒന്നും കടം കൊടുക്കാറില്ല. പകൽ ആര് വന്ന് ചോദിച്ചാലും വിരോധമില്ല. രാത്രി വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കച്ചവടത്തിൽ കടത്തിൻ്റെ പ്രശ്നമില്ല. വാങ്ങുന്ന സാധനം അതെന്തായാലും ശരി, റൊക്കം പണം തന്നെ എണ്ണി കൊടുക്കണം. സുബ്ബരായരുടെ മകൻ രാമനാഥ പയ്യാണ് ക്യാഷിലിരിക്കുന്നുവെങ്കിൽ രക്ഷയുണ്ട്. അദ്ദേഹത്തിന് അങ്ങനത്തെ കടുംപിടുത്തമൊന്നുമില്ല. പക്ഷേ രാത്രി സമയം 10 മണിയായിരിക്കുന്നു. 9 മണിക്ക് കട പൂട്ടും. ചില ദിവസങ്ങളിൽ 10-11 മണി വരെ ഇരുന്ന് മകൻ കണക്കു പരിശോധിക്കുന്നത് കാണാം. രാമനാഥപ്പൈ അവിടെ പീടികയുടെ മുമ്പിലത്തെ 2 പലകയും തുറന്നിട്ട് കണക്ക് എഴുതാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാവുണ്ണി നായർ പടിയിറങ്ങിയത്. എന്തോ നല്ല കാലത്തിന് സുബ്ബരായരുടെ കട അടച്ചിരുന്നില്ല. അവിടെ ഇരുന്ന് ആരോ അന്നത്തെ പിരിവ് സംഖ്യ മേശപ്പുറത്ത് എണ്ണി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് രാവുണ്ണി നായർ കണ്ടത്. തികച്ചും അപരിചിതൻ. ഇതിനു മുമ്പ് ആ പീടികയിൽ വെച്ച് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഇളയ മകളുടെ ഭർത്താവായ രാമകൃഷ്ണനാണോ? ബേക്കടുക്ക എന്ന സ്ഥലത്താണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് രാവുണ്ണി നായർക്ക് അറിയാമായിരുന്നു. കാസർഗോഡിനും മംഗലാപുരത്തിനും ഇടയ്ക്കുള്ള ഒരു ബന്ധുവിനെ കിട്ടിയെന്ന് ആത്മവിശ്വാസത്തോടെ സുബ്ബരായർ ഇടയ്ക്ക് പറഞ്ഞതെന്ന് ഓർമ്മ വന്നു. എങ്കിൽ എൻ്റെ വരവിൻ്റെ കഥ അദ്ദേഹം ഏതു രൂപത്തിൽ അറിയിക്കണം? കയ്യിൽ പൈസയുണ്ട്, ഏതാനും ചെമ്പുതുട്ടുകൾ. അത് തന്നെ ഭഗവാന്റെ കാശു കൊടുക്ക തല്ലിപ്പൊളിച്ചിട്ടാണ് എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. ഗത്യന്തരമില്ലാതിരുന്നപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഭഗവാന് തൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായാലും നന്നായി അറിയാം. അതുകൊണ്ട് കുടുക്ക തല്ലിപ്പൊളിച്ചാലും ദോഷം നേരിടുകയില്ല. ഉണ്ടാകുമ്പോൾ ഇരട്ടി അങ്ങോട്ട് കൊടുത്താൽ മതിയെന്ന് മാത്രം. ഏതാനും നിമിഷം അറച്ചറച്ചു വെച്ചുകൊണ്ട് രാവുണ്ണി നായർ പീടിക കൊലയിൽ നിന്ന് പരുങ്ങി. പിന്നെ പണമെല്ലുന്ന ആളുകളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. വെളിച്ചത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നിഴലിലേക്ക് പണം എണ്ണിക്കൊണ്ടിരുന്ന ആളുകളുടെ മുഖം തിരിഞ്ഞു. പണം എണ്ണിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ സുപരിചിതനെ പോലെ രാവുണ്ണി നായരെ നോക്കി ചിരിച്ചു. എന്തു വേണോ രാവുണ്ണി നായരെ? എന്താണ് ഈ സമയത്ത് കൊട്ടയുമായി വന്നു നിൽക്കുന്നത്? പറയൂ, ഞാൻ പീടിക പൂട്ടാൻ പോവുകയാണ്. 2 സാർ അരി വേണം, പിന്നെ മറ്റൊന്നും വേണ്ട. ഇത് പറയാനാണോ ഇത്ര നേരം കാത്തു നിന്നത്? ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ. വല്യച്ഛൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്ത് വന്നാലും പഴവ്യഞ്ജനങ്ങളും അരിയും എത്ര വേണമെങ്കിലും കൊടുത്തുകൊള്ളാൻ. രാവുണ്ണി നായരുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. ഭഗവാന്റെ കാരുണ്യവായ്പ്, അല്ലാതെന്താ? എത്ര? രാവുണ്ണി നായർ മടിയിൽ തിരികെ വെച്ച ചെമ്പുതുട്ടുകൾ വാരി മേശപ്പുറത്ത് വെച്ചു. എത്രയുണ്ട്? എണ്ണി നോക്കിയിട്ടില്ല. ഞാനത് ഇങ്ങനെ തന്നെ അഴിഞ്ഞു വയ്ക്കാം. വല്യച്ഛൻ വന്ന് എണ്ണിയെടുത്തോട്ടെ. രാവുണ്ണി നായരുടെ വരവ് എന്നൊരു കുറിപ്പും എഴുതി വയ്ക്കാം. പോരെ? ഇനി വല്ലതും ഇവിടെ നിന്ന് എടുക്കേണ്ടതുണ്ടോ? വേണ്ട, 2 സാർ അരി മാത്രം മതി. മറ്റുള്ളതൊക്കെ അത്യാവശ്യത്തിന് വീട്ടിലുണ്ട്. രാത്രി അസമയമെന്ന് തോന്നിയതുകൊണ്ട് വിളക്കം കൊളുത്തിക്കഴിഞ്ഞ് കടം കിട്ടില്ല എന്നറിയാമായിരുന്നു. ഗുരുവായൂരപ്പന് ഒഴിഞ്ഞുവെച്ച കാശൊടുക്കുക തല്ലിപ്പൊളിക്കേണ്ടി വന്നു. എണ്ണി നോക്കിയിട്ടില്ല. അതിന് സമയമുണ്ടായിരുന്നില്ല. മകളും മകളുടെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും അവളുടെ കുട്ടികളും പെട്ടെന്ന് അതിഥിയായി കടന്നു വന്നതിൻ്റെ അങ്കലാപ്പിൽ പെട്ടുപോയ കഥ രാവുണ്ണി നായർ പറഞ്ഞു കേൾപ്പിച്ചു. സാരമില്ല, അതൊക്കെ ദൈവത്തിൻ്റെ ചില പരീക്ഷണങ്ങളാണ്. ഏത് വലിയവനും ചെറിയവനും അതാതിനനുസരിച്ച് ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. അപ്പോഴൊക്കെ വിശ്വസിക്കാനൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി രക്ഷിക്കാനായി ഓടിയെത്തും. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി. ഞാൻ സുബ്ബരായരുടെ ഒരു ബന്ധുവാണ്. ഞാൻ രാത്രി മടങ്ങി ചെന്നിട്ട് ഉണ്ടായ സംഗതികളെല്ലാം അദ്ദേഹത്തോട് പറയാം.
പോയിക്കോളൂ, ധൈര്യമായി പോയിക്കോളൂ. രാവുണ്ണി നായർ അരിയും കൊണ്ട് വീട്ടിലെത്തി. അതിഥികൾക്ക് ഊണ് നൽകി. ഊണ് കഴിച്ച ഉടനെ എല്ലാവരും കൂടി ആ രാത്രി തന്നെ അവരുടെ കാറ് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. സുബ്ബരായരും രാവുണ്ണി നായരും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ഘട്ടത്തിൽ ഉണ്ടായ കഥകളെല്ലാം രാവുണ്ണി നായർ വിസ്തരിച്ചു പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു ബന്ധു തനിക്കുള്ളതായോ, പീടിക ആ ദിവസം ആ സമയത്ത് തുറന്നു വച്ചത് ആരാണെന്നോ ഉള്ള കാര്യത്തിൽ ഇരു കൂട്ടർക്കും പരിപൂർണ വിശ്വാസം വന്നു. ആശ്രിതവത്സലനായ ഗുരുവായൂരപ്പന് എടുക്കാൻ വയ്യാത്ത വേഷങ്ങളോ സന്ദർഭങ്ങളോ ഏതൊക്കെയെന്ന് ഇന്നുവരെ ആരും നിർണയിച്ചിട്ടില്ല. വിശ്വാസിയുടെ പാത അത് പരീക്ഷണാത്മകമാണെങ്കിലും എന്നും നേർവഴിയിലേക്ക് അയക്കുവാൻ യാതൊരു സംശയവുമില്ല.